ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു പുതിയൊരു വീഡിയോയുമായിട്ടാണ് എത്തുന്നത്. ഇന്ന് ഒരു ചിക്കൻ പെരട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊരു പെരട്ടാണ് വെക്കുന്നത്. കഴുകി അരി വെച്ചിരിക്കുന്ന 2 കിലോ ചിക്കൻ പീസസ് ആണ് ഇത് നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് വരാം. അപ്പോൾ അതിന് ആദ്യമേ നമ്മൾ ആ ചിക്കൻ ഒന്ന് വേവിച്ചു, ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചു ലൈറ്റായിട്ട്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആൻറ്റിബയോട്ടിക് ഒക്കെ ഇങ്ങനെ പൊക്കോട്ടെ എന്നോർത്തിട്ട് നമ്മളൊന്ന് ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് തിളപ്പിച്ചിട്ടാണ് നമ്മൾ അതിനകത്തോട്ട് ഒരു മിക്സ് അങ്ങ് കഴിയുക. അതായത് ഒരു വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുന്നു, 1 സ്പൂൺ ഇടുന്നു. പിന്നെ മഞ്ഞപ്പൊടി. നമ്മൾ മുമ്പേ ചിക്കൻ തിളപ്പിക്കുമ്പം നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടാണ് തിളപ്പിച്ചത്. നല്ലൊരു കാര്യമാണ്. ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇടുക. 2 സ്പൂൺ മുളക് പൊടി. കാശ്മീരി മുളക് പൊടി വളരെ നല്ലതായിരിക്കും. അതുപോലെ ചിക്കൻ മസാല 2 സ്പൂണ്. നമ്മുടെ ഇടുക്കി ഗോൾഡായ കുരുമുളക് പൊടി ഒരു 3/4 സ്പൂണ് ഇട്ട് കൊടുക്കുന്നു. നല്ല വട്ടമായിട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ഉപ്പ് നമ്മൾ ഇട്ടങ്ങോട്ട് തകർക്കുന്നു. നടുവേ കീറി വട്ടം അങ്ങോട്ട് പിടിപ്പിച്ച് കൊടുക്കും. ഫസ്റ്റായിട്ട് അങ്ങോട്ട് പിരിഞ്ഞ് അങ്ങോട്ട് തതങ്ങളി ചെന്ന് കൊടുക്കും. നല്ല അടിപൊളിയായിട്ട് നല്ല നാരങ്ങ നല്ല അടിപൊളി 2ആയിട്ട് കീറി ഫസ്റ്റായിട്ട് വട്ടമില്ല അടുത്ത് അങ്ങോട്ട് ആയിട്ട് നമ്മൾ ഇട്ടേക്കുന്ന ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല ചിക്കനയിലൊക്കെ എല്ലാ പോർഷൻസിലും ഒക്കെ ഇത് പിടിപ്പിക്കണം. നമ്മൾ ആദ്യമേ പൊടിയിടുമ്പം നമുക്കതൊരു എല്ലാ ഭാഗത്തും ഒന്നും ചെല്ലത്തില്ല. 20 മിനിറ്റത്തേക്ക് നമുക്ക് ചിക്കൻ ഈ പുരട്ടി വെച്ചിരിക്കുന്ന കഷ്ണത്തിലൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി നമുക്കൊരു 20 മിനിറ്റത്തേക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അത് ഫ്രിഡ്ജ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിനായി 5 പത്തലമുളക് നമുക്ക് എണ്ണയ്ക്കകത്തോട്ടിട്ട് വറക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് കരിയാപ്പില ആവശ്യത്തിന് കുറച്ച് അതിലിട്ട് 2 മിക്സ് ചെയ്ത് ഒന്ന് കരിഞ്ഞു പോകരുത്, ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇവിടെ നല്ല തണുപ്പുള്ള സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് തണുപ്പുള്ളതുകൊണ്ട് നമുക്ക് ഈ വെളിച്ചെണ്ണ പെരുത്താണ് ഇരിക്കുന്നത്. നാട്ടിലെ പോലെ കുപ്പിക്കകത്തൊന്നും നമുക്ക് വെച്ചാൽ കിട്ടത്തില്ല. നമുക്ക് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അത് നമ്മളിപ്പോൾ റെഡിയായി. അത് നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വെച്ചു. ഇത് ആറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ട് 1-2 കറക്ക് ചെയ്തതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം. ഓക്കെ, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ആ ചിക്കൻ എടുത്ത് അങ്ങോട്ട് ഇട്ട് നമുക്ക് വറുത്തെടുക്കുക. നമ്മൾ 2 ട്രിപ്പായിട്ടാണ് വറുക്കുന്നത്. ഇത് ഓൾറെഡി വെന്ത ചിക്കനാണ്. അതിനകത്തോട്ട് നമ്മൾ 2 ട്രിപ്പായിട്ടൊന്ന് വറുത്തെടുക്കുക. നമ്മൾ വറുത്ത ചിക്കനാണിത്. ഇത് നമ്മൾ വളരെ സൂക്ഷിച്ച് കയ്യൊന്നും പൊളിക്കാതെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി വറുക്കാനുള്ളതുകൂടെ നമുക്ക് ഒറ്റ റൗണ്ടിൽ തന്നെ വറുക്കാൻ എടുക്കാം. ചിക്കൻ നമ്മൾ വറുത്തെടുക്കുകയാണ്. അത് നമ്മൾ ഇങ്ങോട്ട് തന്നെ ബൗളിലേക്ക് മാറ്റണം. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്. ആദ്യമേ ഒരു 2 തക്കാളിക്ക, 1 ക്യാപ്സിക്ക, ഒരു 2 അല്ലി ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 4 ഒരുമാതിരി വലിപ്പമുള്ള സബോള, തേങ്ങാക്കൊത്ത്, പിന്നെ മല്ലിയില. ഈ പറഞ്ഞ പോലെ നമ്മൾ മുമ്പേ മിക്സിക്ക് ചെയ്തിട്ട് അടിച്ചു വെച്ച പത്തൽമുളക്, പിന്നെ മല്ലിയില. ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. അതുപോലെ ആവശ്യത്തിന് പൊടികൾ നമ്മൾ ചേർക്കും. അതോടൊപ്പം തന്നെ ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ചേർക്കണം. മുമ്പേ നമ്മൾ ചിക്കൻ വറുത്ത ആ എണ്ണയുടെ ബാലൻസ് എടുത്ത് അതിലേക്ക് കുറച്ച് കടുക് ഇടുക. കടുക് പൊട്ടട്ടെ. കടുകട കടുക് നമ്മൾ തേങ്ങാക്കൊത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങോട്ട് കടുമുറ അങ്ങോട്ട് വറക്കട്ടെ. തേങ്ങ ഇട്ടതിന് ശേഷം ആ ഇഞ്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അവനും അങ്ങോട്ട് നന്നായിട്ട് വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതിലിട്ട് നന്നായിട്ട്
നമുക്ക് സബോള നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന സബോള അങ്ങോട്ട് ഇട്ട് കൊടുക്കും. മസാല തയ്യാറാക്കാൻ ആവശ്യമായ ഉപ്പ് നമ്മൾ സബോളയുടെ കൂട്ടത്തിൽ ഇട്ട് വേണം വഴറ്റാനായിട്ട്. നമ്മൾ ചിക്കൻ ഓൾറെഡി പുരട്ടി ഉപ്പ് വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് നമ്മൾ ആവശ്യാനുസരണം ഇട്ട് കൊടുത്ത് വേണം വഴറ്റാൻ. സബോളയ്ക്കകത്ത് ഉപ്പിടുമ്പം ഇതിനകത്ത് വെള്ളം പെട്ടെന്ന് ഇറങ്ങാനായിട്ട് നല്ലൊരു ടെക്നിക്കാണത്. സവോള നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ പരുവത്തിലായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിക്ക ഇട്ട് മിക്സ് ചെയ്യുക. തക്കാളിക്ക നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ക്യാപ്സിക്കായും കൂടെ ചേർത്ത് വിടാം. ക്യാപ്സിക്കായ്ക്ക് പറയുന്ന വലിയ വേവൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഒരു ആവി കഴിച്ചാൽ മതി. ഒരു 5 മിനിറ്റ് കൊണ്ടെല്ലാം ക്യാപ്സിക്കയുടെ ആ ഒരു സെറ്റപ്പ് മാറി. ക്യാപ്സിക്കയുടെ കളറൊക്കെ മാറി ചെറിയൊരു വേവിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ ക്യാപ്സിക്കയ്ക്ക്. ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള പൊടികളോട് ചേർത്ത് നമുക്ക് ഇളക്കിയെടുക്കാം. നമുക്ക് ആദ്യമേ ഇച്ചിരി സ്വല്പം മഞ്ഞൾപ്പൊടി ഇടാം. ഇതിൻ്റെ പുറകെ കുരുമുളക് പൊടി ഒരു സ്പൂൺ, 1 ടീസ്പൂൺ ഇടാം. പിന്നെ പെരുജീരകത്തിൻ്റെ പൊടി അതൊരു 1 സ്പൂൺ ഇടാം. പിന്നെ കാശ്മീരി നല്ല അടിപൊളി മുളക് പൊടി ഒരു 2 ടീസ്പൂൺ ഇടാം. ചിക്കൻ മസാല അതൊരു 1 ടീസ്പൂൺ ഇടാം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ അടിച്ച് പൊടിച്ചെടുത്ത ഗരം മസാല അതിടാം. പിന്നെ ഏറ്റവും അവസാനം വേണം നമ്മൾ മല്ലിപ്പൊടി ഇടാൻ, അല്ലെങ്കിൽ ഇത് കരിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ അടി പിടിക്കാതെ നൈസായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തേക്കും. പൊടികളുടെ എല്ലാം പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരുന്ന ആ ചിക്കൻ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല തീപ്പന്തം പൊളിച്ചിരിക്കുന്നു. ഇത് നമുക്ക് നമ്മുടെ ചിക്കൻ എല്ലാം കൂടെ അരപ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ തീയിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് സെറ്റപ്പായിട്ട് അങ്ങോട്ട് ലോ ഫ്ലെയിമിൽ തീ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചിക്കൻ ഈ വറുത്ത് വെച്ചതും നമ്മുടെ അരപ്പും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ വറുത്തിട്ടാണല്ലോ ചിക്കൻ എടുക്കുന്നത്, അതുകൊണ്ട് ഒട്ടും പൊടിഞ്ഞും പോത്തൊന്നുമില്ല. ധൈര്യമായിട്ട് നമുക്ക് ഇളക്കാം. അതിന് യാതൊരു കംപ്ലൈൻറ്റും വരത്തില്ല. ചിക്കൻ നന്നായി ഇളക്കിയ ശേഷം നമ്മൾ മിക്സിക്കകത്തിട്ട് അടിച്ചു വെച്ചാൽ മുളക് നമ്മുടെ പത്തൽമുളക് നമ്മൾ മിക്സിക്കകത്തിട്ട് അടിച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയായിരുന്നു ഒരു പത്തൽമുളകും കരിവേപ്പിലയും കൂടി ഇട്ട് അത് നമുക്ക് ഫുള്ളായിട്ട് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എല്ലാ ചിക്കനും എല്ലാം ഒന്ന് നമുക്കൊന്ന് ഇളക്കി ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇതിനകത്ത് നമുക്ക് കരിവേപ്പിലയും ഇച്ചിരി മല്ലിയിലൊക്കെ ഇട്ട് നമുക്ക് ഈ ഫ്രൈ പരുവത്തിൽ വേണം എടുക്കാം. നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നമുക്ക് ചെറിയ ഗ്രേവിയും കൂടെ വേണമെന്നുള്ളതുകൊണ്ട് നമുക്കൊരു സ്വല്പം ചൂടുവെള്ളം ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി മൂടി വെക്കുക. മൂടി വെച്ചൊരു 10 മിനിറ്റത്തേക്ക് നമുക്ക് വേകാൻ വേണ്ടി അങ്ങനെ ചിക്കനെ അങ്ങോട്ട് വിട്ടു കൊടുത്തേക്കാം. അവരവരുടെ ഇഷ്ടത്തിന് വെള്ളം അതിൻ്റെ ആ ഒരു കണക്ക് കണ്ട് പറ്റിച്ചെടുത്ത് പുരട്ടി അങ്ങ് എടുക്കുക. അതാണ് നമ്മുടെ ചിക്കൻ കറി. അതിനോടൊപ്പം തന്നെ നമുക്കിനി ഇച്ചിരി ഇതിനകത്തോട്ട് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക. ഒറ്റയായിട്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കരിയാപ്പിലയും നല്ല അതിൻ്റെ ആ പച്ചപ്പൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ചെറിയ തീ വെച്ച് ഒരു 5 മിനിറ്റത്തേക്ക് ലൈറ്റ് ലോ ഫ്ലെയിമിൽ അത് ചെറിയ തീ കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ഡിഷാണ്. ഞങ്ങളിനി പുതിയ വീഡിയോകളും പുതിയ വിശേഷങ്ങളുമായി എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ബൈ ബൈ.